ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്ന സംശയത്തിലാണ്. കാരണം നിരന്തരം തന്നെ ശശി തരൂർ ഈ മോദിയെ പുകഴ്ത്തുകയാണ്. ഈ രാജീവ് ചന്ദ്രശേഖരോ സുരേന്ദ്രനോ പോലും ഇത്രയും രീതിയിൽ പുകഴ്ത്തുന്നില്ല. ഈ ശശി തരൂരിന്റെ ലക്ഷ്യം എന്താണ്? മുമ്പ് പറഞ്ഞത് ഈ പിണറായിയുടെ വ്യാവസായിക കാര്യങ്ങളെ കുറിച്ചും അതുപോലെ നരേന്ദ്രമോദിയുടെ US സന്ദർശനവും ഒക്കെയാണ് പറഞ്ഞത്. റഷ്യ യുക്രൈൻ യുദ്ധം അതൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും നിലവിലുള്ള കാര്യങ്ങളുമാണ്. ഇത് കഴിഞ്ഞു പോയതല്ലേ, ഇത് പിന്നെ എടുത്തിടണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എല്ലാവരെയും കൂടെ അങ്ങോട്ട് ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചതാണ്. സോണിയാഗാന്ധിയുടെ അടുക്കൽ ഖാർഗെ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഖാർഗെയൊക്കെ അവിടെ ഇരുത്തി. രാഹുലാണ് പറഞ്ഞതത്രയും. എല്ലാവരും നിശബ്ദരായി ഇനി പോരുകയും ചെയ്തു. കേരളത്തിൽ ഇനി ഇവരാരും കിടന്ന് മുഖ്യമന്ത്രി ഞാനാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ കുറേ കാലമായിട്ട് കേൾക്കാനില്ല. അതെനിക്ക് തോന്നുന്നു ശക്തമായ ഒരു മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇത് പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല എന്നുള്ളത് ബോധ്യമായിരിക്കുകയാണ്. ഇനി തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും ഇനി BJP അദ്ദേഹത്തെ ഉൾക്കൊള്ളാത്തത് കൊണ്ടായിരിക്കുമോ ഈ പുറത്തു നിന്നുള്ള ഈ പ്രകടനം? BJP അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഇദ്ദേഹത്തെ എടുത്ത് വെക്കുമോ എന്ന് സംശയമുണ്ട്. കാരണം കുറേ കാലമായിട്ട് നമ്മളെല്ലാവരും പറഞ്ഞതാണ് തരൂർ BJPയിലേക്ക് പോകുന്നു, അതിനുള്ള ചർച്ച നടക്കുന്നു, വിദേശകാര്യമന്ത്രിയാകുമെന്ന് വരെ പറഞ്ഞു. അതിന് വിദേശകാര്യമന്ത്രിയാകാനൊന്നും അവിടെ ആളിന് കുറവൊന്നുമില്ല. ഇദ്ദേഹത്തെക്കാൾ നല്ല 10 മടങ്ങ് കഴിവുള്ളതാണ് ജയശങ്കർ എന്ന് പറയുന്നത്. പിന്നെ ഈ മോദിയുടെ നയം തന്നെ ഇദ്ദേഹത്തെ പോലെ അനാവശ്യമായ വിവാദങ്ങളിലും പെടില്ല. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളിലാണ് വിദേശ കാര്യങ്ങളിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു മൊത്തത്തിൽ ഈ ഒരു നമ്മളെപ്പോഴും പറയത്തില്ലേ, ഒരു ആനച്ചന്തത്തിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു ബഹളമുണ്ടാക്കി ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണ് ഈ ഉത്സവ പറമ്പിൽ കാണുന്ന എടുപ്പുകുതിരയെ പോലെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കായിരുന്നു അല്ലേ? സ്ത്രീ ആരാധകരെല്ലാം കൂടെ അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ ഒരു നീക്കം എന്തായിരിക്കാം? കേരള രാഷ്ട്രീയത്തിൽ ചില രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മറിയാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. 2026 അത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കേരളത്തിൽ BJP നേടാൻ പോകുന്ന ഇടം വളരെ വലുതാണ്. പ്രത്യേകിച്ച് സംസ്ഥാന ഘടകത്തിനെ അതിശക്തമായ രീതിയിൽ വിപുലീകരിക്കുകയും ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി പാർട്ടി രംഗത്ത് നിൽക്കുകയുമാണ്. കോൺഗ്രസ് പൊതുവേ നിഷ്പ്രഭമാകുന്നു എന്ന് തരൂർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നേതാക്കളില്ല. അദ്ദേഹം കഴിഞ്ഞ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പ്രതികരിച്ചപ്പോഴും അത് പറഞ്ഞിരുന്നു. കേരളത്തിൽ മികച്ച നേതാക്കളില്ല, അതാണ് വലിയ പ്രതിസന്ധിയാണ്, അതിൽ മാറ്റം വരുത്തണം, നേതാക്കൾ തമ്മിൽ ഐക്യം വരണം. ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ 2009 മുതൽ ഇവിടെ മത്സരിക്കുകയാണല്ലോ, 4 വട്ടമായിട്ട് വിജയിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രചാരണ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ തേരുണ്ടല്ലോ ഇങ്ങനെ പോകുന്നു. ദേഹമുണ്ട് കൂടെ, ആ തേരിനകത്ത് വേറെ ഒരാളുകളുണ്ട്, പിന്നെ തേരിൻ്റെ സാരഥിയുണ്ട്. ഇത്രയേ ഉള്ളൂ, ആരുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു 8 നിലയിൽ തന്നെ തരൂർ പൊട്ടി എന്നാണ് കരുതിയത്. അപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരാരും ഇദ്ദേഹത്തോടെ വലുതായിട്ട് സഹകരിച്ചില്ല എന്നുള്ളതാണ് ഇത്തവണ. ആദ്യത്തെ തവണയും ഇതുപോലെയാണ്, കുറച്ച് മുറുമുറുപ്പോടുകൂടി മാറി നിന്ന്. കാരണം തരൂരിനെ അത്ര താഴെത്തട്ടിലേക്ക് അറിയത്തില്ല. ഒരു ഉന്നതങ്ങളിലുള്ള അല്ലെങ്കിൽ അക്കാഡമിക് നിലവാരമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നഗര കേന്ദ്രീകൃതങ്ങളായിട്ടുള്ളിടത്ത് മാത്രമേ തരൂരിനെ അറിഞ്ഞിരുന്നുള്ളൂ. കാരണം തരൂരിൻ്റെ ചിത്രമെന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്, ഒരു ഉയർന്ന പ്രൊഫൈലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അറിയുന്നില്ല. അപ്പോഴൊക്കെ കോൺഗ്രസ്സുകാർ എതിർത്ത് നിന്നിരുന്നു. ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും നടന്നു, ഞങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്നുള്ള രീതിയിൽ മാറി നിന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്കാർ കൂടാനും ഒരു ആദ്യത്തെ വിജയം കഴിഞ്ഞിട്ട് ഒക്കെ ഇടയായി. ഇപ്പോൾ അവസാനത്തെ തവണ മത്സരിക്കില്ല എന്നാണ് കരുതിയത്, എന്നിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഞാനിത് അവസാനത്തെ തവണയാണ് മത്സരിക്കുന്നത്, ഇനിയില്ല എന്ന് പറഞ്ഞ് മാറുകയും ചെയ്തു. ശരിയാ, ഇനിയില്ല. ഇനി എന്തായാലും തിരുവനന്തപുരത്ത് നിന്നാൽ വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ വേറെ എന്തെങ്കിലും ഇദ്ദേഹത്തിന് വഴി നോക്കണം. ഈ രാഷ്ട്രീയത്തിൽ വന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു അംഗീകാരമൊക്കെ പിടിച്ചുപറ്റി ഒരു ഔദ്യോഗിക ഒരു തലത്തിൽ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു ലഹരി വേറൊന്നാണെന്നുള്ളത് തരൂരിന് മുൻപേ അറിയാം.
ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒന്നാണ്. ഇരുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു ഔദ്യോഗിക തലമാണ് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് തരൂരിനൊരു മടിയുണ്ട്. തരൂരിനതല്ല, അത് മനുഷ്യ സഹജമാണ്, ആർക്കും ഉണ്ടാകാം. അതുകൊണ്ട് ഇനി അടുത്ത 2026 മുമ്പ് എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പ്രസ്താവന വന്നതിന് ശേഷം തരൂരിനെ ആരെങ്കിലും കോൺഗ്രസ്സുകാരെന്തെങ്കിലും തരത്തിൽ വിമർശിക്കുകയോ രംഗത്ത് വരികയോ ചെയ്തിട്ടില്ലല്ലോ. ഇതിപ്പോൾ എന്തുവാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ 10-23 പേരുള്ള ഇവരെല്ലാം കൂടെ അങ്ങ് മാറി നിന്നതല്ലേ, കുറേ പേരുണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് നമ്മൾ വിചാരിച്ചത് ആ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ തന്നെ പിളർന്നു എന്ന് കരുതിയതാണ്. ഗുലാം നബി ആസാദ്, അതെ, ഗുലാം നബി ആസാദ് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ടീമാണ്. ഇദ്ദേഹത്തെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നതിലുണ്ടല്ലോ, കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാക്കാമായിരുന്നു. തരൂരിനെ ചെയ്തില്ല. കാരണം അവർക്കറിയാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്വഭാവത്തിലുള്ള ഒരാൾ അവസാനം രാഹുൽ ഗാന്ധിയൊക്കെ പിടിച്ച് പുറത്താക്കും. അല്ല, അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായൊന്നും അങ്ങനെ അടിമപ്പെട്ട് നിൽക്കാൻ ശശി തരൂരിന് കഴിയില്ല. അതും ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം ഈ മല്ലികാർജുന ഖാർഗെക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അതിന് സാധിക്കും. അതുകൊണ്ടാണ് ആ കുടുംബത്തിന്റെ പിന്തുണയോട് കൂടിയാണല്ലോ അദ്ദേഹം ഈ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. ഇതുപോലെ സാധിക്കുന്ന ഒരാളായിരുന്നു അശോക് ഗെഹ്ലോട്ട്. അശോക് ഗെഹ്ലോട്ടിന് എന്നാൽ ഇട്ടിരിക്കുന്നത് കക്ഷത്തിലിരിക്കുന്നത് പോകരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. അദ്ദേഹത്തിന് എവിടെയായിരുന്നു? രാജസ്ഥാനിൽ അല്ലേ? അവിടുത്തെ മുഖ്യമന്ത്രി പദവും വിടാൻ വയ്യ, ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും കൂടെ വേണമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് അതിനേക്കാൾ അദ്ദേഹത്തിന് മനസ്സിലായി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ പോകുന്നതാണ്. കാരണം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം കളഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെറും അടുക്കളക്കാരനായിട്ട് ഇരിക്കാം. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ, മല്ലികാർജുൻ ഖാർഗെ ഇരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പ്രായം ഇത്രയായില്ലേ? പിന്നെ ഇവിടെ തരൂര് വന്നു കഴിഞ്ഞാൽ കാര്യം മാറുമായിരുന്നു. കാരണം പിന്നെ അവരുടെ പിടിവിടും. പിന്നെ എന്തായാലും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും താഴെ നിൽക്കാൻ തരൂർ ഇഷ്ടപ്പെടില്ല. അല്ല, BJP വർഷങ്ങളായി തന്നെ ഈ കേരളം പിടിക്കുക എന്ന മോഹവുമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ശശി തരൂരിനെ തങ്ങളെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം BJP നടത്തില്ലേ? BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഒരു വലിയ നീക്കുപോക്ക് കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ BJP പ്രവേശനത്തിന് വേണ്ടിയാണോ നിരന്തരം മോദിയെ പുകഴ്ത്തുന്നു എന്ന സംശയമുണ്ട്. BJPക്കാർ ചെയ്യേണ്ട റോളാണ് ഇപ്പോൾ തരൂര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ഞാൻ ചോദിക്കട്ടെ, BJPയിലോട്ട് വന്നു കഴിഞ്ഞാൽ വരുന്നെന്ന് വിചാരിക്കും, ഇദ്ദേഹം കാണുന്ന സ്വപ്നമെന്ന് പറയുന്നത് ചില്ലറ സ്വപ്നമൊന്നുമല്ല. അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി പദവി വേണം. അത് വരുമ്പോൾ അത് മാറും. അദ്ദേഹത്തിന് വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹം വലിയ കക്ഷിയല്ലേ, അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി പദവി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രി പദവിയാണ്. അത് ഇവിടെ കുറേ താപ്പാനകൾ ഇങ്ങനെ നിൽക്കുകയല്ലേ, കുപ്പായവും തുന്നി ഇങ്ങനെ നിൽക്കുകയാണ്. VD സതീശനും ചെന്നിത്തലയും പിന്നെ KC വേണുഗോപാലും അതിനിടയ്ക്ക് വന്ന് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ പരിഗണിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ കൊണ്ട് തന്നെ തരൂര് കാണുന്ന സ്വപ്നം വളരെ വലുതാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ തരൂര് ഇനി അങ്ങോട്ട് പോകും എന്ന് തോന്നുന്നില്ല. തരൂര് വേറെ എന്തോ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്ന് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.